ആലപ്പുഴയിലും കണ്ണൂരിലും ഒഴികെ മറ്റ് മണ്ഡലങ്ങളിലെ സിറ്റിംഗ് എംപിമാരോട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി. ആലപ്പുഴ കണ്ണൂർ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഇതോടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനായി രൂപീകരിച്ച തെരഞ്ഞെടുപ്പ് ഉപസമിതിക്ക് കാഴ്ചക്കാരുടെ റോളായി. മിക്ക സിറ്റിംഗ് എംപിമാരും മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു. ചുവരെഴുത്തുകളുമൊക്കെ എഴുതി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഓഫീസ് തുറന്ന എംപിമാരുമുണ്ട്. UDFിൽ ഘടകകക്ഷികളിൽ സീറ്റ് ധാരണയായ കോട്ടയത്ത് കേരള കോൺഗ്രസ് ഫ്രാൻസിസ് ജോർജിനെയും കൊല്ലത്ത് RSP സിറ്റിംഗ് എംപിയായ NK പ്രേമചന്ദ്രനെയും നേരത്തെ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിച്ചിരുന്നു. സീറ്റ് ധാരണയായ ഘടകകക്ഷികൾക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരത്തെ അനുമതി നൽകിയിരുന്നു. അതനുസരിച്ചാണ് അവർ രണ്ടുപേരും പ്രചാരണം തുടങ്ങിയത്. മുസ്ലിം ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ചയാണ് ഇനി തീരാനുള്ളത്. 3 സീറ്റ് വേണമെന്നാണ് ലീഗിൻ്റെ ആവശ്യം. എന്നാൽ ഇത് നൽകാനാകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ലീഗ് നേതൃത്വത്തെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ഇതോടെയാണ് സീറ്റ് വിഭജന ചർച്ച പൂർത്തീകരിക്കാൻ കാത്തിരിക്കേണ്ടതില്ലെന്നും സിറ്റിംഗ് എംപിമാർ പ്രചാരണത്തിനിറങ്ങാനും നിർദ്ദേശം ലഭിച്ചത്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തൃശ്ശൂരിലെത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേർന്ന് സ്ഥാനാർത്ഥികളുടെ പേരുകൾ നിർദ്ദേശിക്കുന്നതിനായി ഉപസമിതി രൂപീകരിച്ചിരുന്നു. ക്ലസ്റ്റർ കമ്മിറ്റി ചെയർമാൻ ഹരീഷ് ചൗധരി ഉപസമിതി അംഗങ്ങളോട് ഓരോ മണ്ഡലത്തിലും മത്സരിക്കുന്നതിന് സാധ്യതയുള്ളവരുടെ പട്ടിക സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥികൾ പ്രചാരണം വരെ ആരംഭിച്ച സ്ഥിതിക്ക് ഇനി ആരുടെ പേര് നിർദ്ദേശിക്കാനാണെന്നുള്ളതാണ് ഉപസമിതി അംഗങ്ങൾ ചോദിക്കുന്നത്. കണ്ണൂരിൽ KPCC പ്രസിഡന്റ് കൂടിയായ K. സുധാകരൻ മത്സരിക്കുന്നില്ലെന്ന് ആദ്യം പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ കണ്ണൂരിൽ പുതിയ സ്ഥാനാർത്ഥി വരുമെന്നാണ് സൂചന. മുൻ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ T. ആസിഫ് അലി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് V. അബ്ദുള്ള റഷീദ് എന്നിവരുടെ പേരുകളാണ് മുന്നിൽ നിൽക്കുന്നത്. ഇതിനിടെ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന് K. സുധാകരൻ നിലപാട് മാറ്റുകയും ചെയ്തു. ആലപ്പുഴയിൽ കോൺഗ്രസ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മത്സരിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് പകരം മറ്റൊരാളെ പരിഗണിക്കുക. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ പ്രധാന ചുമതലക്കാരനായതിനാൽ KC വേണുഗോപാൽ മത്സരിക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ വന്നാൽ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. ആലപ്പുഴ സീറ്റിനായി പലരും ഇടി തുടങ്ങിയിട്ടുണ്ട്. KC വേണുഗോപാൽ പറയുന്ന ആളായിരിക്കും സ്ഥാനാർത്ഥിയാവുക.